മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഒരിത്തിരി നേരം ഇരിക്കണേ. മലയാള സിനിമയിലെ സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. മരണത്തിൻ്റെ തണുപ്പ് തന്നിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടാകണമെന്ന കഥാനായകൻ്റെ ആഗ്രഹം ഈ ഗാനത്തിലൂടെ വിവരിക്കുന്നു, വ്യക്തമാക്കുന്നു. ജീവിതത്തിൻ്റെ അവസാന നാഴികയിൽ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു വ്യക്തികളുടെ അകമ്പടിയോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഒരു വിശുദ്ധന്റെ തിരുനാള് ഇന്ന് ആഘോഷിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാള്. നല്ല മരണത്തിന്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നന്നായി മരിക്കാൻ സാധിക്കുക? ഒരു വ്യക്തിക്ക് നന്നായി മരിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യമേ ആ വ്യക്തി നന്നായി ജീവിക്കണം. നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം, ഈ ഭൂമിയിൽ ഏൽപ്പിച്ച നിയോഗം എന്താണ് എന്ന് മനസ്സിലാക്കി ആ നിയോഗ പൂർത്തീകരണം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. തീർച്ചയായിട്ടും വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈ നിയോഗം, ദൈവ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ നിയോഗത്തിന് വേണ്ടി അധ്വാനിക്കുകയും ആ നിയോഗം പൂർത്തിയാക്കി ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രസിദ്ധ തത്വചിന്തകനായ മാർട്ടിൻ ഹൈഡഗർ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: മാൻ ഈസ് ത്രോൺ ഇൻ ടു ഡെത്ത്. മനുഷ്യൻ മരണത്തിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ബോധ്യം ഒരാൾക്ക് നല്ല ജീവിതം പ്രദാനം ചെയ്യുന്നു. ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം പൂർത്തിയാക്കി ദൈവത്തിലേക്ക് അണയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാന്തമായി അവൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയരുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പിനെ പോലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് കർത്താവായ ഈശോയുടെ സാമീപ്യത്തിൽ അവൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുകയാണ്. ഈശോ തൻ്റെ പിതാവിൻ്റെ ആത്മാവിനെ കരങ്ങളിൽ വഹിച്ചിട്ട് ആ ആത്മാവിനെ മാലാഖമാർക്ക് കൈമാറുന്ന രംഗം, അത് നമുക്കൊന്ന് ഭാവനയിൽ കണ്ടുനോക്കാം. ഇങ്ങനെയാണ് യൗസേപ്പ് പിതാവ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് മാറുന്നത്. മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ ഈ ലോക ജീവിതത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയാവും. മരണസമയത്ത് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന, ഈശോ മറിയം യൗസേപ്പെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്നുള്ളതാണ്. നമുക്ക് നന്നായിട്ട് മരിക്കണമെങ്കിൽ യൗസേപ്പ് പിതാവിനെ പോലെ നന്നായി ജീവിക്കണം. നന്നായി ജീവിക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗം, ദൈവം എന്നെ ഏൽപ്പിച്ച നിയോഗം ഭംഗിയായി പൂർത്തിയാക്കുമ്പോഴാണ് നമുക്ക് അത് സാധിക്കും. ഈ വിശുദ്ധനാണ് ഉറപ്പ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനാകണം. എൻ്റെ മരണം എങ്ങനെയായിരിക്കും? മരുഭൂമി പിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും മരണത്തെക്കുറിച്ചുള്ളൊരു ധ്യാനമാണത്. അവർ സ്വന്തമായി കല്ലറ ഉണ്ടാക്കി എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുൻപ് ഈ കല്ലറയുടെ മുൻപിൽ പോയിരുന്ന് ആ കല്ലറയെ നോക്കി ധ്യാനിക്കുന്നു. തൻ്റെ ജീവിതം താനുണ്ടാക്കിയ ഈ കല്ലറയിലേക്ക് പ്രവേശിക്കേണ്ടതാണ് എന്ന ബോധം ജീവിതത്തിന് അല്പം കൂടി വെണ്മ നൽകും. നമുക്കും ചിന്തിക്കാം, എൻ്റെ മരണം എങ്ങനെയുള്ളതായിരിക്കും.